ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പരിശുദ്ധ അമലോത്മ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി പള്ളിയിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. സെൻറ് തോമസ് ചർച്ച് തുമ്പോളി പള്ളിയിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതിപുരാതനമായ ദേവാലയമാണ് തുമ്പോളി ചർച്ച്. ബ്രിട്ടീഷ് വാസ്തുശില്പത്തിൻ്റെയും ഡച്ച് മോഡലിൻ്റെയും യൂറോപ്യൻ ശൈലിയുടെയും മാതൃകയിലുള്ള ഒരു അതിപുരാതന ദേവാലയമാണ് സെൻറ് തോമസ് ചർച്ച് തുമ്പോളി ചർച്ച്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് പ്രത്യേകതകളുള്ള അതിപുരാതന ദേവാലയമാണ് തുമ്പോളി ചർച്ച്. തുമ്പോളി ചർച്ചിൻ്റെ അടുത്തായിട്ടാണ് തുമ്പോളിയുടെ ബീച്ചും ഒരു കടൽ തീരത്തിനോട് അനുകൂലമായി നിൽക്കുന്ന പള്ളിയാണ് തുമ്പോളി പള്ളി. ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്, കാണേണ്ടതാണ്. അതിമനോഹരവും അത്രയും ഭക്തിയായി മാതാവിനെ രൂപം അലങ്കരിച്ച് ജനങ്ങൾ പൂവെറിഞ്ഞ് ആഘോഷമായി ആഘോഷിക്കുന്ന ഒരു ആലപ്പുഴയുടെ തന്നെ ദേശീയോത്സവം എന്ന് പറയാം. അത്രയ്ക്കും പ്രശസ്തി കേട്ട പെരുന്നാളാണ് തുമ്പോളി പള്ളിയിലേത്. ഇവിടുത്തെ മാതാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന തുമ്പോളി മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പള്ളിക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിലൊരു ചരിത്രമാണ് കേരളത്തിൽ ആദ്യമായിട്ട് മാതാവിൻ്റെ രൂപം സ്ഥാപിച്ച ഒരേ ഒരു പള്ളി, അത് തുമ്പോളി പള്ളി മാത്രമാണ്. അതായത് കേരളത്തിൽ സ്റ്റാച്ചു ആയിട്ട് നിർമ്മിച്ച് സ്ഥാപിച്ച ഒരു പള്ളി എന്ന് പറയുന്നത് അത് ആദ്യമായിട്ട് തുമ്പോളി പള്ളിയാണ്. ആ മാതൃകയിലാണ് പല ദേവാലയങ്ങളിലും മാതാവിൻ്റെ രൂപവും ഫേസും പല രൂപങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. തുമ്പോളിയുടെ മാതൃക സ്വീകരിച്ചിട്ടാണ്. അങ്ങനെ ഒരു ചരിത്രം കൂടി തുമ്പോളി പള്ളിക്കുണ്ട്. അതുപോലെ തന്നെ തുമ്പോളി പള്ളിയും ഇവിടുത്തെ ലൈറ്റ് ഹൗസും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിൻ്റെ ചരിത്രങ്ങളും ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ തിരുനാളിൻ്റെ വീഡിയോ, തുമ്പോളി പെരുന്നാളിൻ്റെ തിരുനാളിന് ഇറങ്ങുന്ന വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തിരുനാളിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ അവിടെ പോയി കാണുക. മാതാവിൻ്റെ ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുരിശടിയിൽ നിന്ന് മാതാവിനെ ഉയർത്തി കടലിനോട് സമീപം പൊക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ നിലവിളിക്കുന്നതും മാതാവിനോടുള്ള ഭക്തിയും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപ്പുള്ള മീനാണ്ടല്ലോ. ബീച്ച് വന്നിട്ട് ഇതിൻ്റെ
ആൾക്കാരില്ല, സമാധാനമുണ്ട്. ലൈറ്റിങ്ങിൽ എടുക്കും. ചേട്ടാ ഇപ്പുറത്ത് കഴിയോ? അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദൈവമായ കർത്താവ് വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച ആദത്തെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവരുടെ ശബ്ദം